ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആരി വർക്ക് ചെയ്യുന്ന ബ്ലൗസിൽ എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്രൈഡൽ ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാണ് സാരീൻ്റെ കൂടെ വരുന്ന വിത്ത് ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ബ്ലൗസ് പീസ് ഈ ഒരു ഗ്രീൻ ആണ്, കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പോളി കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ബ്ലൗസ് ചെയ്യാനായിട്ട് 1 മീറ്റർ ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഓൾറെഡി പാറ്റേൺ ഒക്കെ ന്യൂസ് പേപ്പറിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മെഷർമെന്റിലാണെങ്കിലും ഇതേപോലെ പാറ്റേൺ ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്ലൗസ് പീസ് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ പാറ്റേൺ ഇതിന്റെ മേലെ വെച്ച് നോക്കിയതിന് ശേഷം മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാ പീസും ഇതിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. ഫസ്റ്റ് ഞാൻ ബാക്ക് പീസ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. വൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്യണത്. ഇത് നോർമൽ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ബ്ലൗസിൽ വർക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമാണ് വർക്ക് കൊടുക്കുന്നത്. പല്ലുവിന്റെ സൈഡ് വരുന്ന ഭാഗത്ത് നമ്മൾ വർക്ക് കൊടുക്കാറില്ല. അപ്പം അതുകൊണ്ട് വർക്കുള്ള സൈഡ് മാത്രമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് പീസ് ഞാൻ ഇതുപോലെ ബാക്ക് പീസിനോട് ചേർത്തിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ ബ്ലൗസിലും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, അളവുകൾക്ക് അനുസരിച്ചിട്ട് മാറ്റം വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് കിട്ടും. അങ്ങനെ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ആണ് മാർക്ക് ചെയ്യാനുള്ളത്. സ്ലീവ് മാർക്ക് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് ഇതുപോലെ വിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നെക്കിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലൈന് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സ്റ്റിച്ചിങ് ലൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി സ്ലീവിൽ ഞാൻ ഇതേപോലെ ക്രോസ് ആയിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കെയിൽ വെച്ചിട്ട് ഒരേ അളവിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ 2 സ്ലീവിലേക്കും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്കും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇതിങ്ങനെ ഫ്രെയിമിലേക്ക് വെക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരും. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു ലൈനിങ് ക്ലോത്ത് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിമിൽ കറക്റ്റായിട്ട് ഇത് ഫിറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ മെറ്റീരിയലൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിന് സാധാരണയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.